ഇന്ന് എന്തൊരു കൊലപാതകം ഇവർ പറയുന്നത്. നമുക്ക് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അതുപോലെ കാര്യം കൊണ്ട് എനിക്ക് വേഗം നടക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഓടിയാടി എത്തിയിട്ട് എനിക്ക് എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അമ്മേന്നൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ വെച്ച് കേട്ടത് ഞാൻ വിചാരിക്കുന്നത്. ഈ പിണറായി നരകനായി മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷെ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ, എങ്ങനെയൊന്നും ജീവിക്കാലോ. ഈ തെണ്ടി ഇനി ആയിക്കോട്ടേനോ. ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത്. ഒരു യോഗ്യതയില്ലാത്തതായി ഓ മാത്രം ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത്. എൻ്റെ മോൻ്റെ ജീവൻ നിങ്ങളെടുത്ത് ഇല്ല ആയിട്ട് കൊല്ലുന്നത് വരെ ഞാനിവിടെ നിൽക്കും. ഉറപ്പ്. അന്നെ അവർ കൊല്ലണോ, എൻ്റെ മോനെ കൊന്ന കത്തിയുണ്ട് എന്നെ കൊല്ലണോ, അതുവരെ ഞാനിവിടെ നിൽക്കും. ഇനിയും 10 കൊല്ലം തന്നെ വരട്ടെ. എന്നിട്ട് നമ്മളെ പിണറായി നാട്, ഞങ്ങൾക്ക് പിണറായി നാട്ടിൽ നമ്മുടെ കേരളം ഫുള്ളും നശിക്കട്ടെ. എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോളെ ഈ പിണറായി വിജയൻ. അങ്ങനത്തെ അവൻ ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിന് കഴിക്കുക. അങ്ങനത്തെ എല്ലാം സഹാക്കന്മാരോട് ചോദിച്ചു എൻ്റെ വീട്ടിൽ ഒരു ഉരുള ചോറ് തിന്നാത്ത ഏത് നായികളെ ഈ ഭാഗത്തുള്ളതെന്ന്. ഒരു സാമ്രാജ്യവും രക്തത്താൽ പണിതെടുക്കപ്പെട്ടിട്ടില്ല. ഒരു ജീവിതവും മറ്റൊരാളുടെ മരണം കൊണ്ട് നേടിയിട്ടുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ കിങ് ജോണിൽ എഴുതിയ വരികളാണിവ. എന്നാൽ ഇവിടെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതും കിരീടം വെക്കാത്ത രാജാവായി ഇന്ന് വാഴുന്നതും അനേകം നിരപരാധികളുടെ രക്തത്തിൽ ചവിട്ടി തന്നെയാണ്. കൊന്നും കൊല വിളിച്ചും നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ആഡംബരങ്ങളെല്ലാം തന്നെ. അവിടെ അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലൂടെ ക്രൈം നടത്തിയ യാത്രയിൽ അടുത്തതായി ഞങ്ങൾ ചെന്നെത്തിയത് രമിത്തിന്റെ വീട്ടിലേക്കാണ്. CPM പ്രവർത്തകന്റെ മരണത്തിന് പകരമായി രമിത് എന്ന ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയപ്പോൾ അനാഥമാക്കപ്പെട്ടത് ഒരമ്മയുടെ ആയുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് പിന്നിലൂടെ കഴുത്തറുത്ത CPM പ്രവർത്തകർ കൊല ചെയ്ത ബസ് ഡ്രൈവർ ഉത്തമന്റെ മകനായിരുന്നു രമിത്. അച്ഛന്റെ മരണശേഷം അമ്മയെയും കുഞ്ഞു പെങ്ങളെയും പോറ്റാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ആ പൊന്നുമകൻ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ സഹോദരിയുമായി ഡോക്ടറെ കണ്ട് മടങ്ങി വന്ന രമിത് അവൾക്കായി മരുന്ന് വാങ്ങാൻ ഇറങ്ങുമ്പോഴാണ് അമ്മയുടെയും പെങ്ങളുടെയും മുന്നിലിട്ട് വെട്ടി നുറുക്കിയത്. സ്വന്തം മകൻ പിടഞ്ഞു തീരുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ ആ അമ്മയുടെ ശബ്ദം തൊട്ടയൽപക്കത്തെ വീട്ടിലെ മട്ടുപ്പാവിലിരുന്ന് ആസ്വദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വരേക്കും ആ വഴിക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിതാവിനെയും മകനെയും കൊന്ന കത്തി കൊണ്ട് തന്നെ എന്നെയും കൊല്ലടോ വിജയ എന്ന് നെഞ്ചു പൊട്ടി പറയുന്ന ആ അമ്മയുടെ ശാപവാക്കുകൾ പിണറായി കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുച്ചൂടും തകർക്കുമെന്ന് ഉറപ്പാണ്. കുട്ടികളായിരുന്നു രമിത്, കുട്ടിയായിരുന്നു. 10 വയസ്സും 11 വയസ്സും. എൻ്റെ മോനും കൂടി രമിത്താണ് മൂത്താള്. അവൻ 1 വയസ്സിൻ്റെ വ്യത്യാസം മോള്. മോക്ക് 10 വയസ്സ്. അവർ RCM സ്കൂൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയും അച്ഛൻ എൻ്റെ ഭർത്താവ് ബസ്സിലാണ്. ബസ് ഓടുന്ന സമയത്ത് തന്നെയാണ് ബസ് ഡ്രൈവറായിരുന്നു. ബസ് ഓടിക്കുന്ന സമയത്താണ് പുറകെ കൂടി വന്നിട്ടാണ് ഞാൻ കേട്ടത്. കഴുത്തിറക്കുമായിരുന്നു എന്നാണ് നമ്മൾ കഴുത്തിറക്കുകയെന്നാണ് കേട്ടത്. കാരണം അതിനകത്തുള്ള ആളെല്ലാം പോയി കളഞ്ഞു, ഭീഷണിപ്പെടുത്തി പോയി കളഞ്ഞു. ഈ ഓടുന്ന വാഹനത്തിലാണ്. അയാൾ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ്. ആ ഓടുന്ന വാഹനത്തിൽ തന്നെയാണ് ഉണ്ടായത്. പിന്നെ അതങ്ങനെ ആയപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങി. ഇത് എൻ്റെ തറവാട് വീടാണ്. ഇതെല്ലാം അപ്പുറത്ത് നമ്മളെടുത്ത വീടാണ്. എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഈ വീട്ടിൽ തറ കെട്ടിയിട്ടേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിൽക്കാന്ന് വെച്ചിട്ട്. ഇത് പിന്നതിന് ശേഷം നമ്മൾ പിന്നെ കുറേ കാലം തറവാട്ടിലേക്ക് എല്ലാവരും കൂടെ തന്നെ വന്നു. അന്ന് ഇത് കേസായില്ലായിരുന്നോ? കേസുണ്ടായിരുന്നു. അന്ന് ശരിക്കും പ്രതികളായിട്ട് പിടിക്കപ്പെട്ടവരാരൊക്കെയായിരുന്നു? അവരുടെ ശരിക്കും അതിനെപ്പറ്റി നമുക്കറിയില്ല. ആ കേസ് ഇപ്പം എന്തായി? ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? അതില്ല, വെറുതെ തള്ളി. കേസ് പിണറായി വിജയനല്ലേ ആള്. പിണറായി വിജയനും ഒരു തോത്രക്കൈയുള്ള ഒരു ജയരാജനില്ല. നമുക്ക് ശരിക്കും എൻ്റെ ഇനീഷ്യൽ എനിക്കറിയില്ല. അയാൾക്ക് വെച്ചിട്ടെല്ലാം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അയാളെല്ലാം ഇതിൻ്റെ ആള്. അവരെല്ലാം കൂടിയായാലും വെറുതെ തള്ളി. പിന്നെ മുന്നിൽ ചെയ്യാൻ ആരുമില്ല. പിണറായി വിജയനാണ് കൊന്നതെന്ന് ഇത്ര ഉറപ്പുണ്ടായിട്ടും ഈ കേസ് തള്ളിപ്പോവായിരുന്നു. തള്ളിപ്പോവല്ലേ ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉത്തമൻ പറഞ്ഞാൽ കൊന്നിട്ടില്ല എന്ന് മറ്റല്ലേ തള്ളിപ്പോയിന്. അതിനകത്ത് ഇപ്പം എനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പട്ടാപ്പകൽ ഓടുന്ന വണ്ടിയിൽ വെച്ച് ഓടുന്ന വണ്ടിയിൽ വെച്ചിട്ടാണ്
പിന്നെ കീഴൂര് വെച്ചിട്ട് കഴുത്തെടുത്ത് കൊന്നിട്ടും അങ്ങനെ ഒരാളെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തല്ലിയത് ആ കേസ്. അതിനകത്ത് പിന്നെ ഒന്നും പേയായിട്ടില്ലല്ലോ. പിന്നെ മക്കളെ പറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മക്കളെ പറ്റി. എനിക്ക് ഒരിതും എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് തുന്നു. അതവർക്ക് മോൻ പിന്നെ SLC പഠിക്കുന്നത് വരെ അത്രയും കഷ്ടപ്പെട്ട് അതിന് ശേഷം എൻ്റെ മോനെ പേപ്പർ കൊണ്ടുപോകും, എൻ്റെ മോനെ വീട്ടിൽ സാധനം കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് +2 വരെ പഠിച്ചു. മോൻ ട്യൂഷനൊന്നും പോകണ്ടോ, നല്ലോണം പഠിക്കുകയായിരുന്നു. പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ അവൻ പഠിക്കാൻ പ്രാരബ്ധം ഓൻ്റെ തലയിലായിപ്പോയി. പെങ്ങളെ പഠിപ്പിക്കൂ, ഓന് ട്യൂഷൻ പൈസ കൊടുക്കൂ, എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തിട്ട്. രമിത്തിനോട് ഇവർക്ക് എന്താ ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ മോൻ എല്ലാവരും ഫ്രണ്ട്സുമാരാണ്, എല്ലാവരോടും മിണ്ടും, എല്ലാവരും പറയും ഏടിയൊരു ഉപകാരം ഉണ്ടെങ്കിൽ ആടിയെത്തു. ഇങ്ങനെയും കഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തെന്നാ ഇവർക്ക് ഇങ്ങനെ വൈരാഗ്യം എൻ്റെ മോനോട് വന്നിനും എനിക്ക് പറയാനില്ല. അച്ഛനൊക്കെ ആ മോന് നാട്ടിലല്ലേനും എൻ്റെ മോനെ. മോൻ +2 കഴിഞ്ഞ് അത് കൂത്തുപറമ്പിൽ നിന്ന് പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. അത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പിന്നെ ബോംബെയിൽ എൻ്റെ ഏച്ചിൻ്റെ മോളിൽ അവർ അവിടെ ഒരു കമ്പനിയിൽ പിന്നെ ഒരു ജോലി കിട്ടി. ഇത് മറന്നുപോയി ആ ഒരു അവിടെ ഒരു പണി കിട്ടിയിട്ട് ആ കമ്പനിയിൽ 3 കൊല്ലം ജോലി ചെയ്ത്. അന്നേരം എൻ്റെ മോള് പഠിക്കുന്നതിന് എൻ്റെ മോളെ മോക്കന്നൊരു കല്യാണം വന്നു. 21 വയസ്സ് മോക്കും 22 വയസ്സ് മോനും. അങ്ങനെ ആ 21 വയസ്സുള്ള മോള് ഇപ്പോൾ അയക്കാം. അന്നേരം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അതുവരെ. എൻ്റെ അമ്മക്ക് ചെറിയൊരു പെൻഷനുണ്ട്, അതിനെ കൊണ്ടാണ് നമ്മളങ്ങനെ ജീവിച്ച് പോയത്. അങ്ങനെ അമ്മ മരണപ്പെട്ട് പോയതിന് ശേഷം ഈ കല്യാണം വന്നത്. മോൻ നാട്ടിലില്ലാതാനും. അങ്ങനെ വന്നതിന് ശേഷം ഇപ്പം കഴിച്ച് വിടാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് ഓനങ്ങനെ പറഞ്ഞു, അമ്മ നല്ലതാണെന്നിട്ട് നമുക്ക് അയക്കാം, അമ്മ ആരെങ്കിലും അന്വേഷിച്ച് നോക്ക്. അതുവരെ എൻ്റെ വീട്ടിൽ ഒരു ആകൃതിയാക്കി വെച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഒരു തേപ്പ് കഴിക്കുകയോ ഒരു നേരത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു മിലിറ്ററിക്കാരനാണ്, നല്ലൊരു കുടുംബമാണ് എന്നെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് എൻ്റെ ഏട്ടന്മാരെല്ലാം പോയിട്ട് അന്വേഷിച്ചാലും പറഞ്ഞു സാരമില്ല അമ്മേന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതിന് ഈ പറമ്പിൽ അതുവരെ ഒരു ലോണിലാണ് നമ്മൾ പുറത്തെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തത്. ഞാനിവിടെ ഇല്ല അമ്മേ, നമുക്ക് വീട്ടാങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 22 വയസ്സുള്ള മോയെ 21 വയസ്സുള്ള മോളെ കല്യാണം കഴിച്ചിട്ട് അയച്ചത്. അങ്ങനെ ഓൻ പോയി നിന്ന് കഴിഞ്ഞ് കുറേ 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥലത്ത് പോയതിന് ശേഷം വീണ് ഞാൻ. എന്നിട്ട് അവിടെ തന്നെ മോൻ ഗൾഫിലേക്ക് പോയി. ഈ ലോൺ അടക്കാൻ പറ്റുന്നില്ല, അടുത്ത പൈസ കൊണ്ട്. ഗൾഫിലുള്ള സമയത്താണ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇത് കാലിൽ ഒരു ഇതിൽ പോയ ശേഷം വീട്ടിൽ കുറേ എല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ മംഗലാപുരത്താണ് ചെയ്ത് ഇവിടെ എത്തി. ഒരു 6 മാസം കഴിഞ്ഞ ശേഷം 2ാമത്തെ മാസം അവന് പോണേനും. ആ പോയ സമയത്ത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ സീല് പിന്നെ എനിക്ക് പഴുത്തു, എൻ്റെ ശരീരത്തിൽ യോജിക്കാത്തതുകൊണ്ട്. അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇവന് ആ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കാണിക്കും. ഞാൻ പറഞ്ഞു ഞാൻ മംഗലാപുരത്ത് ചെയ്യാൻ വരില്ല, പിന്നെ നമുക്ക് പഴുത്തിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി ആസ്പത്രിയിൽ ഒരു ബിജുമോൻ ഡോക്ടറില്ല, ആ ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞ് ആ സ്റ്റീല് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കാത്തതുകൊണ്ടാണ് പഴുത്തത്, അത് ഓപ്പറേഷൻ ചെയ്തെടുത്താൽ ഞാൻ മതി. അതിനുശേഷം കാല് കുലുങ്ങുവരും, പഴുപ്പ് മുട്ടിൻ്റെ അടുത്തും പിന്നെ എത്തിപ്പോയി. ഇതിൻ്റെ നമുക്ക് അറിയാണ്ടായിപ്പോയി. ആ ഡോക്ടർക്കും പെട്ടെന്ന് മനസ്സിലായില്ല, ഏത് ബിജുമോൻ ഡോക്ടർക്ക്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് ഇങ്ങനെ തന്നെ പഴുപ്പ് വന്നു പോയി. അതുകൊണ്ട് ചെയ്തിട്ട് അത് ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കണം. പിന്നെ എൻ്റെ മോന് ഗൾഫിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ അത് ചെയ്ത് 2.5 മാസം ഞാൻ കിടന്നുപോയി. പ്രഷറും ഷുഗറും ഇല്ലാത്തതുകൊണ്ട് ഒരു 2.5 മാസം കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങി. 3ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ കാലിന് സീലിട്ട് കഴിഞ്ഞാൽ മോന് പിന്നെ ഗൾഫിൽ പോകാൻ കഴിഞ്ഞില്ല. ഇവിടുന്ന് ഒരു വണ്ടി എടുക്കും. നോക്കിയതൊക്കെ മോൻ തന്നെയായിരുന്നു, രമിത്തായിരുന്നു. വേറെ ആരാ ഓളെ കല്യാണം കഴിച്ച് അയച്ചിട്ടില്ല, ഓൻ്റെ കൂടെ പോവുകയും ചെയ്ത്. നമുക്ക് വേറെ ആരുമില്ല, നാട്ടിൽ തന്നെയായി. അന്നേരമാണ് എൻ്റെ മോള് പ്രസവിക്കാൻ നാട്ടിൽ വരാനായി. കാല് ലേശിങ്ങനെ വോക്കർ പിടിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കാൻ വെച്ചാൽ ഡിസംബറിൽ ഓളെ പ്രസവത്തിന് ഡേറ്റ് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഡിസംബർ ജനുവരിയിലേക്ക് ഒരു വിസ ശരിയായി. ജനുവരിയിൽ പോകാൻ നമുക്കൊരു ആശ്വാസം വന്നു. കാരണം ആരും നാട്ടിലുണ്ടാക്കും അങ്ങനെ മോളെ ഭർത്താവിനാണെങ്കിൽ അന്നേരത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വെച്ചാൽ ഏതോ ജമ്മൂല ഇവനുണ്ടല്ലോ അവളോടെ പ്രസവത്തിന് സമീപനം കൊടുത്തിട്ടില്ല. എൻ്റെ മോൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കുറ്റം ചെയ്യുന്ന ആദ്യം പുറത്ത് ഞാൻ വിടുക. ഈ പോണ്ട മോനെ എന്ന് പറയൂലേ, പോണ്ട മോനെ എന്ന് പറയുന്നത് മാത്രമല്ല ഓൻ പോവുക. ഓനെവിടെയെങ്കിലും എല്ലാവരും വിളിക്കുമ്പോൾ പാഞ്ഞ് വിളിക്കൂലേ. അങ്ങനത്തെ ഓൻ ഇവക്ക് രാവിലെ ഡോക്ടറൊക്കെ കൂട്ടിക്കൊണ്ടുപോയി വന്ന് ആ മരുന്ന് ഓളെ ഇവിടെയാക്കി മരുന്ന് മേടിക്കാൻ പോയതാണ്. ആ ഷീട്ടും കൈമിലുണ്ട്. അന്നേരം ചേച്ചിൻ്റെ മോളുണ്ട് അങ്ങ് അവിടെ നിൽക്കുന്നു. ഓളെ മോള്
എറണാകുളത്ത് പഠിക്കുന്നത്. അവിടുന്ന് ഓടി ലീവിൽ വന്നേരം പറഞ്ഞു മാമൻ കുറേ കാലം കണ്ടിട്ട് മറ്റേ ഓളോട് സംസാരിക്കാൻ റോഡ് കടന്നപ്പുറം പോയാൽ വണ്ടി ഇപ്പുറത്ത് പെട്രോൾ പമ്പിൽ വെച്ചത് റോഡ് കടന്ന് അങ്ങേപ്പുറത്ത് പോയി ഓളോട് വർത്താനം പറയുമ്പോൾ ഞാൻ അറിയത്തുണ്ട്, ഞാനും എൻ്റെ മോളും അതിൻ്റെ താഴത്തെ ഏച്ചിയും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട് മുറ്റത്ത്. അന്നേരത്തെല്ലാം വന്നിട്ട് എന്തൊരു കൊലപാതകം ഇവർ പറയുന്നത്. നമുക്ക് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. എൻ്റെ പോലെ കാര്യം കൊണ്ട് എനിക്ക് വേഗം നടക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഓടിയാടി എത്തിയിട്ട് എനിക്ക് എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പ അമ്മേന്നൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പ അമ്മ അമ്മ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ ഇത് കേട്ടു ഞാൻ വിചാരിക്കുന്നു. ഈ പിണറായി നരകനായി മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞാലും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷെ നമ്മളെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ, എങ്ങനെയൊന്നും ജീവിക്കാലോ, ഈ തെണ്ടി ഇനി ആയിക്കോട്ടെ. ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത്. ഒരു യോഗ്യതയില്ലാതായി ഓ മാത്രം ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത്. എൻ്റെ മോ പിരിവ് കൊടുക്കും, എൻ്റെ മോ പിന്നെ അപ്പം മെമ്പർഷിപ്പ് മുറിക്കും, എല്ലാം എൻ്റെ മക്കളുടെ പേരിലോ ഈ ഇതികൾ വരെ മുറിക്കലുണ്ട്. പക്ഷെ അന്നേരം എന്നോട് പറയും വേണ്ടമ്മേ കൊടുക്കണ്ട. ഞാൻ പറയും വേണ്ട മോനെ കൊടുത്തേ, നാക്കിയാൽ ഇത്ര പേരെ വരുന്നിയല്ലേ കൊടുത്തേ. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ അടുക്ക് ഇല്ല. ഓനിങ്ങനെ കിട്ടുന്ന പൈസേനെ കൊണ്ടെല്ലാം പോന്നിയാണ്. എന്നിട്ട് കൂടെ എൻ്റെ മോൻ്റെ ജീവൻ നിങ്ങളെടുത്ത് എന്തിനു വേണ്ടിയിട്ട് ഞാൻ അന്നേരേ ചോദിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട്? എനക്കൊരർക്ക് വെള്ളം തരുന്നേനോ? ഇന്നീ ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്നില്ലേ? ഇല്ല, ഇതിക്കളി കൊല്ലുന്നത് വരെ ഞാനിവിടെ നിൽക്കും, ഉറപ്പ്. അന്നേ അവർ കൊല്ലണോ? എൻ്റെ മോനെ കൊന്ന കത്തി കൊണ്ട് എന്നെ കൊല്ലണോ? അതുവരെ ഞാനിവിടെ നിൽക്കും. ഞാൻ ആദ്യം മോനക്കുന്നില്ല, ഞാൻ അറിയാൻ തിങ്കിക്കുന്നുണ്ട്, ഞാൻ മിറ്റത്തും ചെയ്യുന്നുണ്ട്. കാണണല്ലോ, ഇതിലോട്ട് പോകുന്നുണ്ടല്ലോ നിങ്ങൾ, അവരെന്നെ കാണണ്ടേ? എന്നാലല്ലേ അവരെന്നെ കൊല്ലാൻ വരൂ. അവരെന്നെ കൊല്ലണോ? എന്നിട്ട് ആർത്തി മാറട്ടെ ഓന്. എനിക്കാരോട് ഒന്നും പറയാൻ കഴിയില്ല വെച്ചിട്ട് ഇനി ഒന്നും ഞാൻ പറയാത്തത്. ഭൂമി പടച്ച ഒരാൾക്ക് ഒരു ഈർപ്പിന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാറില്ല. വിശക്കുന്നെന്ന് പറയുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും വിശക്കുന്നെന്ന് പറയാൻ മനക്കൾ എത്തും. ഇപ്പം ഞാൻ കുടിച്ചാലെന്ത്, ഞാൻ തിന്നാലെന്ത്, ഞാൻ എണീച്ചാലെന്ത്, ആരും ചോദിക്കാനുണ്ട് എനിക്ക്? അല്ല പറ, കുറേ എണ്ണം വേറെ ഉണ്ടെങ്കിൽ സാരമില്ല. പെൺകുട്ടികളെ എനിക്ക് തന്നെ പിടിച്ചു നോക്കാൻ പറ്റും. അവരെ കല്യാണം കഴിച്ചേക്കുന്നത് അവർക്ക് സുഖമായി ജീവിക്കാനല്ലേ? ഓ പറഞ്ഞ പോലെ അല്ലാണ്ട് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റുമോ? എൻ്റെ അടുക്ക് നിൽക്കും മോളെ നമുക്ക് പറയാൻ പറ്റുമോ? അവളെ മനസ്സിലുണ്ടാവും അമ്മ എന്തൊക്കെ നിൽക്കണം എന്ന്. പക്ഷേ അങ്ങനെ അപ്പോൾ അവർ സമ്മതിക്കുക. അമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അപ്പം എങ്ങനെയാണ് നടക്കുന്നത്? അതൊക്കെ വൈകുന്നേരം ഞാൻ വെക്കും, ഞാൻ കുടിക്കും, അതാണ്. അല്ല പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അപ്പം അമ്മയ്ക്ക്? ഞാനക്ക് അതെന്തോ തരുന്നു 7 മാസമായില്ല തരാത്ത. ഒരു മാസത്തെ സെപ്റ്റംബറിൽ 1 മാസത്തെ പെൻഷൻ അതെന്തൊന്നുമില്ല. എനിക്ക് പിന്നെ വിധവ പെൻഷൻ ഇവർ കുത്തിച്ചാടുന്നു. ഇതിന് മുമ്പിട്ട് മേടിക്കലുണ്ടേനില്ല. ക്ഷേമനിധി പെൻഷൻ ഞാൻ തുന്നലുണ്ട്, അതിന് ക്ഷേമനിധിക്കുണ്ട്, ആ പെൻഷനാണ് ഇനിയുണ്ട്. നമുക്ക് 6 മാസത്തെ ഇപ്പം സെപ്റ്റംബറിലേക്ക് 1 മാസത്തെ കിട്ടി. അപ്പോൾ ഈ ഒരു പെൻഷൻ കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ 6 മാസമായിട്ട് അമ്മയ്ക്ക് അപ്പം അതുപോലും കിട്ടുന്നില്ല. ഇല്ല, പെൻഷനും കിട്ടുന്നില്ല. അപ്പോൾ ഈ അമ്മയുടെ നിത്യ ചെലവുകൾ മുന്നോട്ട് പോകാനപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? എനിക്ക് മോളെ കുറേ ചിലവൊന്നും എനിക്കില്ല. എനിക്ക് കുറേ ഇത്ര കാര്യം വേണ്ടേ ഉണ്ട്. എന്തെങ്കിലും ചെറിയില്ലായിട്ടില്ല, പൈസ അടക്കേണ്ട സമയം മാസം. അതിപ്പോൾ അധികം എൻ്റെ മോള് ചെയ്തിരുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ പെൻഷൻ ഇത് അടക്കേണ്ടത് ഓളെ ഭർത്താവ് നാട്ടിൽ വന്നതിന് ഓനാണ് അടച്ചതാണ്. പിന്നെ ജപ്പാൻ്റെ വെള്ളത്തിൻ്റെ ഉണ്ട്, അത് അങ്ങനെ അറിയിച്ചില്ല, അതെല്ലാം അവർ ചെയ്യും. അതിനെക്കൊണ്ട് നമുക്ക് വിഷമം തോന്നുന്നില്ല. ഡോക്ടറെ അടുക്ക പോകുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. 2000-3000 രൂപ വേണം ഒരു ഡോക്ടറൊക്കെ പോയിട്ട് മരുന്നൊന്നും വലിയ പൈസയില്ല. ഇപ്പോഴും ഈ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാലിൻ്റെ ഇവിടുത്തെ ആ സ്റ്റീലിൻ്റെ അത്
തയ്യെന്ന് കൂടെ ജീവിക്കുമ്പോൾ ആ തയ്യെന്ന് ഒരു 20 കൊല്ലത്തെ അവധിയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം തന്നെ 10 കൊല്ലം ആകാനായിപ്പോയി. അതങ്ങനെ പിന്നെ അതിൻ്റെ എടുക്കുമ്പോൾ കാലിന് ഈ നരവിൻ്റെ തകരാറുണ്ട്. അത് പിന്നെ ഒരു തവണ ഇങ്ങനെ പഴുത്ത് നാശമായിപ്പോയി. കാലിൻ്റെ അത്ര വരെ പഴുത്ത് വന്നുപോയി. എന്നിട്ട് എല്ലാവർക്കും ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും പുറമെ പൊട്ടുന്നതുകൊണ്ടാണ്, അമ്മക്കും ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിയതുകൊണ്ടാണ് കറുപ്പിങ്ങനെ വരാൻ കാരണം. അതിൻ്റെ മരുന്നായി ഇപ്പം കുടിക്കുന്നു. അതിനും മരുന്ന് കഴിക്കണമല്ലോ. ഇപ്പം 10 വർഷം കൂടി കഴിഞ്ഞ് ഇനിയും ഇത് മാറ്റി വെക്കണ്ടേ? മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശത്രുവിനൊന്നും നമുക്ക് ജീവിക്കണം എൻ്റെ മോള്. പക്ഷെ ഈറ്റിങ്ങളെ പിടിക്കുന്ന ഒരു ആ ഭഗവാൻ ഈറ്റിങ്ങളുടെ ഒരു അറുതി കൊടുക്കുന്നത് കാണുന്നുണ്ട്. അവർക്ക് മനുഷ്യന്മാരാരും കൊടുക്കൽ വന്നിന് അവർ ഞാൻ വിശ്വസിക്കുന്നൊരു ദൈവമില്ലേ, നിത്യം രാവിലെയും വൈകുന്നേരമൊന്നും വിളക്ക് കത്തിക്കുന്നില്ല. എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. എനിക്ക് ഒരു ഇറുമ്പിനെ വരാൻ എനിക്ക് ദ്രോഹം കഴിയില്ല. അത് നശിച്ചു പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയില്ല. ഇപ്പോൾ ഞാൻ ഈറ്റിങ്ങൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്നില്ല. ഐറ്റിങ്ങൾ എൻ്റെ മോനെ ചെയ്ത് ഐറ്റിങ്ങൾ കൈയില്ലേ, ആ കയ്യും കാലും തൊട്ട് ഐറ്റിങ്ങൾ നടക്കരുത്. അത് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് വേറെ ഒന്നുമില്ല. ഈ രമിത്ത് മരിച്ചു കഴിഞ്ഞിട്ട് രമിത്തിനെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ദിവസം പോലും രമിത്തിൻ്റെ മൃതശരീരത്തോട് പോലും പക വെച്ചുകൊണ്ട് ഇവിടെ കടകളൊക്കെ അടച്ച് നമ്മളുടെ രമിത്തിന് ഇഷ്ടമുള്ളവർ വരാൻ പോലും സമ്മതിച്ചില്ല. ഒന്ന് പ്രതിഷേധിക്കാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു എന്ന് പറഞ്ഞു. വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ കടകളൊക്കെ തുറപ്പിച്ചു. ഇന്ന് തുറന്നില്ലെങ്കിൽ നാളെ മുതൽ തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് വരാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനും അത് അറിയുന്നു. കാരണം ആ സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അത് കുറേ ദിവസം കഴിഞ്ഞാൽ അവന് കടകളെല്ലാം അടക്കാൻ വിട്ടിട്ടില്ല. എന്നാലും കുറേ കൂട്ട് വാശി കൂടി അടച്ചിന് ആ കുട്ടിക്ക് ദ്രോഹം ചെയ്യാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അടച്ച കൂട്ട് എത്രയോ ഉണ്ട്, അടക്കാൻ വിടാടുന്നതിന് പോലും ഇവരെല്ലാം എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നത്. പിണറായി വിജയൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നിട്ട് പോലും മുഖ്യമന്ത്രി ആയിരുന്നിട്ട് 3 വർഷം 4 വർഷം ആവുമ്പോഴാണ് രമിത്തിൻ്റെ മരണം. ഇല്ല, അത് ഇടുന്ന 2016 2016 അയാൾ കയറിയിട്ടും ചില്ലറ ദിവസമേ ആയിട്ടുള്ളൂ. ഈ മോഹനനെ കൊന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് രമിത്തിൻ്റെ മരണം. അപ്പം മോഹനനെ കൊന്നു കഴിയുമ്പോൾ നോർമലി ഒരു കൊലപാതകം നടക്കുമ്പോൾ അതും CPM-കാരൻ്റെ കൊലപാതകം നടക്കുമ്പോൾ പോലീസിൻ്റെ ശക്തമായിട്ടുള്ളൊരു കാവലും കാര്യങ്ങളും സുരക്ഷ ഏർപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. എന്നിട്ടും രമിത്തിനെ കൊല്ലുക എന്ന് വെച്ചാൽ 2 ദിവസമല്ലേ കഴിയുന്നുള്ളൂ. 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഒരു രാഷ്ട്രീയ കൊലപാതകം കഴിഞ്ഞ് വെറും 2 ദിവസം കഴിയുമ്പോഴാണ് രമിത്ത് മരിക്കണത്. ആ 2 ദിവസം കഴിയുമ്പോൾ രമിത്ത് ഒരു പ്രത്യേക പാർട്ടി അനുഭാവിയോ ആ കാര്യങ്ങളോ ഒന്നും ആ സമയത്തായിരുന്നില്ല. RSS-കാരനായിരുന്നെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ വേറെ BJP-കാരനായ അച്ഛനെ കൊന്ന ഞാൻ മോനൊരിക്കലും മാർക്സിസ്റ്റ് ആവില്ലല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. പക്ഷെ അതിനകത്ത് പ്രവർത്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ BJP-കാരോട് തന്നെ ഇഷ്ടം. കാരണം അവരോട് നമുക്ക് ആരായാലും പാർട്ടി നോക്കിയിട്ടൊന്നുമില്ലല്ലോ മോളെ മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് അല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു നമ്മളിവിടെ ഇഷ്ടപ്പെട്ടത് എല്ലാവരോടും ചോദിച്ചോ. ഇപ്പൊ ആൺകുട്ടികളില്ല വിളിച്ചാൽ കിട്ടെ. പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല, എല്ലാത്തിനും എത്തും. ആ പൈസയും പണം നോക്കിയിട്ടൊന്നുമല്ല. ഒരു കൈമ പൈസ ഇല്ലെങ്കിലും മോനെ അസാറും മതി അമ്മ അതാണ്ട് എടുക്കില്ല എന്നുള്ളൊരു വാക്ക് എൻ്റെ മോൻ ഇതുവരെ എന്നോട് പറഞ്ഞു. അത് ഞാൻ വിഷമിക്കുന്നതിനാണ്. ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയും വിഷമിക്കും. അങ്ങനെ ആരോടും ഒന്നും പറയില്ല. അത്രക്കും നല്ലൊരു കുട്ടിയാണത്. എൻ്റെ മോനായോണ്ട് മാത്രം നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ച് നോക്കിക്കോ. ഇത് ഉത്തമാർ പറയാന്നല്ലാണ്ട് വേറെ നല്ല കൂട്ടർ പറയില്ല. രമിത്തിനെ പറ്റി മുഴുവൻ രമിത്ത് എല്ലാവർക്കും ഒരു ജനപ്രിയനായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക്. അങ്ങനെയുള്ളൊരു രമിത്തിനെ തന്നെ അവർ തെരഞ്ഞെടുത്തത്. മോഹനന് പകരമായിട്ട് രമിത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് അവരെ ആൾ തന്നെ ആയിരിക്കില്ല. ഇത് ഫോട്ടോ കാണുമ്പോൾ അയാൾ പ്രായമുള്ള ഒരാളാണ്. അതെ ഫോട്ടോ ഞാൻ കണ്ടതാണ്. അവർ പ്രായമുള്ള ഒരാളാണ്. അയാൾ എന്തിനാണ് എൻ്റെ മോൻ നിൽക്കുന്നത്? എൻ്റെ മോൻ എന്തിനാ അയാളെ കൊല്ലാൻ പോകുന്നത്? ഒരു ബന്ധവുമില്ലാത്ത രമിത്തിനെ തന്നെ അതെന്നെ പറയുന്നത് അല്ലേ. അന്ന് രാവിലെ എൻ്റെ മോൻ വന്ന് തന്നെ ലോറിയിൽ പോയി നോക്കിയായിരുന്നു. ലോറി പമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ ചിന്നിയുടെ മോനെ പോകുന്നത്. അന്ന് എഴുതിയോണ്ട് പോലും ഏതോനെയോ കൊന്നിട്ട് അയാളെ കൊന്നേന് അനക്കെന്ത് പോയപ്പ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മോൻ ഇവിടുന്ന് വണ്ടി കഴുകി അതെല്ലാം ചെയ്തിന്. എന്തിനു വേണ്ടി ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോ വേണ്ടുന്ന ഒരു പ്രായമുള്ള ഒരാളെ ആരോ കൊന്നേന് എൻ്റെ മോനെ എന്തിനാ ചെയ്യുന്നത്? രമിത്തിൻ്റെ കേസ് ഇപ്പോൾ എന്താ? ഞാനൊന്നും ചോദിക്കില്ല. നമുക്ക് ചോദിക്കാൻ അതിന് മനസ്സ് എന്താ മോൻ മരിച്ചു പോയി എന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്നിനില്ല. ആരോടും ഞാൻ ചോദിക്കണമെന്നില്ല. ഉണ്ടാവുമായിരിക്കും. എല്ലാം ഇതിലൂടെ പോകുന്നതെല്ലാം ഞാൻ കാണുന്നു. ഞാൻ കണ്ടതല്ലേ ആയിട്ട് എല്ലാത്തിന്.
അമ്മ കണ്ടായിരുന്നു ഈ വെട്ടുന്ന മോളെ ഞാനും എൻ്റെ മോളും എല്ലാം കൂടി ഇറയത്ത് നിന്നിട്ടുണ്ട്. പോലീസ് അമ്മയോട് മൊഴി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു അമ്മ കണ്ടില്ല. എല്ലാം അന്നേരം പറഞ്ഞു എന്നിട്ടുള്ള വിഷമത്തിന് എന്തെല്ലാം പറഞ്ഞു എനിക്കത് എൻ്റെ മനസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഞാൻ. പിന്നെ ഓർമ്മ കുറച്ച് പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടാത്ത പോലെ ഇരിക്കുന്നു എനിക്ക്. ഇപ്പം അമ്മയ്ക്ക് പിണറായി വിജയനോട് എന്താ പറയാനുള്ളത്? ഇനി നമ്മൾ പറയണ്ടേ ഓൻ കയറി അന്ന് മുതൽ ഇന്ന് വരെ ഓൻ എല്ലാവരും ലോകത്തുള്ള ഊട്ടം നശിപ്പിക്കുന്നു. ഒരു കൊണ എന്താ ചെയ്തിന്? ഒരു കൊണ ഓൻ ജയിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലോട്ട് ഇപ്പം ജീവിക്കാനില്ലാത്ത ഊട്ടം നടക്കുക ഇല്ലല്ലോ. എല്ലാവർക്കും അയാൾ ജനിച്ച് വളർന്ന നാട്ടിൽ അയാൾ ഒരു നല്ലൊരു കഴിവ് എല്ലാവർക്കും കൊടുക്കണ്ടേ? വേണ്ടേ? അതെന്നാ കൊടുത്തിന് അയാൾ? ഒന്നും കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആളെ? ഞാൻ പറഞ്ഞേരേ, എൻ്റെ മോനെ 2016 ഞാൻ വെച്ച ഒക്ടോബർ 17 മെയ്യിൽ ആണ് ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം. ഏത് നമ്മളെ ഈ പമ്പിൻ്റെ അപ്പുറം ഒരു ബാങ്കില്ലേ മേലെ, ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം. അന്ന് ഇപ്പം അവിടെ വന്നിന്. അന്നത്തെ ഓരോരിക്കടെ കയറിച്ചില്ലല്ലോ. കയറിനാ ഇല്ലല്ലോ. അങ്ങാടെ ഒരു നാരായണന്മാർ പ്രായമുള്ള ഒരാളുണ്ട്, ഒരു 90 വയസ്സുള്ള ഒരു നാരായണന്മാരുണ്ട്. ആടെ അയാൾ പോയിനല്ലോ, പോയില്ലേ? പിന്നെ ഒരു കുന്നത്തൊരു വീട്ടിൽ 2 കൈയില്ലാത്ത ജന്മനാ കൈയില്ലാത്ത ഒരു കുട്ടി വലിയ പെണ്ണുങ്ങളാണ്, 25 വയസ്സല്ലേ. ആടെ അയാൾ പോയിന്. അതൊരു പ്രദർശനമല്ലേ, പ്രദർശിപ്പിക്കാനല്ലേ അയാൾക്ക് കഴിയും. ഇത് സകലതിക്കലും അറിയുന്നുണ്ടാവുമായിരിക്കും. പറഞ്ഞു അനക്കൊരു പറഞ്ഞു എന്താ വെച്ചാൽ ഓൻ തന്നെ ആളെ അയച്ചിട്ട് അന്നെ കൊല്ലണം. അനക്കത് മാത്രമേ ഉള്ളൂ. ഇനി അനക്ക് അത് മാത്രമേ ഉള്ളൂ. അതേപോലെ ചെയ്യാൻ പറ്റും. ഇനി അന്നെ ഇനി ഭൂമിയിലെ വില ഇങ്ങനെ തന്നെ ഓൻ വെക്കുന്നതാണെങ്കില്ല ഞാനിങ്ങനെ ശപിച്ചോണ്ടിരിക്കും. ഓനുണ്ടല്ലോ എൻ്റെ മുമ്പിൽ പിന്നെ ഒന്ന് താങ്ങുന്നു എന്നില്ലേ വളരുന്നു. ഒരുത്തന് വേറെ കണ്ടില്ലേ? ആയിത്യങ്ങൾ അനുഭവിക്കൂ. ഇത് അനുഭവിക്കാണ്ടിരിക്കില്ല. ഇനിയും ഓനാരെയും ഇതാക്കാൻ പോകണം. ഇനിയും 2.5 കൊല്ലം ഇവൻ ഇനിയും സഹിക്കട്ടെ. എല്ലാവരും സഹിക്കട്ടെ. ഇനിയും 10 കൊല്ലം ഇവൻ തന്നെ വരട്ടെ. എന്നിട്ട് നമ്മളെ പിണറായി നാട്, നമുക്ക് പിണറായി നാട്ടിൽ നമ്മുടെ കേരളം ഫുള്ളും നശിക്കട്ടെ. 10 കൊല്ലവും കൂടി എല്ലാവരും കൂടി വോട്ട് കൊടുത്ത് 10 കൊല്ലവും കൂടി ഇവൻ ഇരുത്ത്. എനിക്ക് എന്തെല്ലാന്ന് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. മോളെ എനിക്ക് എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് ശരിയല്ല നിങ്ങൾ തീരുമാനിച്ചോ. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക്. വേണ്ട, ഓനെ കൊണ്ട് പറഞ്ഞ ഒന്നും നിങ്ങൾ ക്ഷമിക്കണ്ട. മോളെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛൻ വില്ലേജ് മേനേനും. എൻ്റെ അച്ഛൻ നമ്മുടെ തറവാട് വീടാത്. അതെല്ലേനും വീട് ഒരു ചെറിയൊരു വീടാണ് അത്. ആ വില്ലേജിൽ പണിയെടുക്കുന്ന സമയത്ത് അച്ഛൻ വില്ലേജ് മേനുള്ള പണ്ടത്തെ കാലമെല്ലാം പിന്നെ കൃഷി കൂടുതലുള്ള സമയത്ത് എൻ്റെ കുഞ്ഞിലാണ് കൃഷി കൂടുതലുണ്ടാകുമ്പോൾ ആ സമയത്ത് റേഷൻ കാർഡ് കുത്തിയാണ് ഈ കൃഷിക്കാർ തന്നെ. അതായത് എൻ്റെ അച്ഛൻ വില്ലേജ് മേനെ എടുക്കും. നമ്മുടെ അടുത്ത് എപ്പോഴും അരി ഉണ്ടാവും. ഓരോരുത്തരും ഗോതമ്പ് തിന്ന കാലം ഉണ്ടായിരുന്നു. എനിക്ക് 65-ാമത്തെ വയസ്സാണ്. എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഇവൻ കൈസാടായി നടത്തുകയിലോട്ടാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോണം ഇവൻ ഈ പിണറായി വിജയൻ. ഓൻ്റെ ഒരു കുമാരാട്ടനുണ്ടായിരുന്നു. അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഒരു ബേക്കറി സാധനം കൊണ്ടുപോകും, സൈക്കിളും വില കൊണ്ടുപോകുക. അയാൾ അങ്ങനെ അന്നേരം ഇത്രക്കാരും ബേക്കറി ഇല്ല. അങ്ങനെ അയാൾ വെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് അയാൾക്ക് എന്ന് മേടിക്കുക. പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ അയാൾ കുട്ടികളോടെല്ലാം പെരുമാറ്റമൊന്നുമില്ല. ഇവൻ അന്നേരം മോഷിക്കണം. ഇത് എൻ്റെ ചേച്ചീൻ്റെ എല്ലാം കൂടെ പഠിച്ചവർ RCMല സ്കൂൾ. ആ പ്രാവശ്യം 8ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു RCMല. ഇപ്പം 7ാം ക്ലാസ് വരെ കൊല്ലണം ഓർമ്മയില്ല. ആ സമയത്ത് അങ്ങനത്തെ ഓൻ ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിന് ഇത് കളിക്കുക. ഉള്ള സഹാക്കന്മാരോട് ചോദിക്കും, ഒരു വേലായി ഇതിനുണ്ട് അങ്ങനത്തെ സഹാക്കന്മാരോട് ചോദിച്ചോക്ക്. എൻ്റെ വീട്ടിൽ ഒരു ഉരുള ചോറ് തിന്നാൽ അതേ നായികളെ ഈ ഭാഗത്തുള്ളതെന്ന് അതേ ചെറുതിലേ ഓൻ അറിയാമെന്ന് പറയുമോ. അമ്മേ കഷ്ടപ്പെടാൻ ഒരാളോട് പറയാൻ പാടില്ല. അമ്മ നമ്മൾ കഞ്ഞി വെച്ചിട്ടില്ലെങ്കിൽ ആരോട് ആദ്യം ഓല ചെറുതിലേ അറിയാം. അത്ര വിവരമുള്ളൊരു കുട്ടി. അപ്പോൾ നല്ല പക്വതയുള്ളൊരു മോനെയാണ് ഉണ്ടത്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് പോകണമെങ്കിൽ വരാം. ഞാൻ ഏതെങ്കിലും കുട്ടികൾക്ക് വരും. അതനുസരിച്ച് ഡോക്ടർക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് എൻ്റെ മോനുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പോണേനുവാ. അത്ര ആണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചത്. ഒരാളെ ഒന്നിനും പോവാണ്ട് കഷ്ടപ്പെട്ടിട്ട്.